ISLന്റെ ഭാവി എന്താകുമെന്ന് ഒരുപാട് അൺസർട്ടനിറ്റി നിലവിൽ നിൽക്കുന്ന സാഹചര്യത്തിലൂടെയാണ് ഇന്ത്യൻ ഫുട്ബോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ പ്രധാന പരിശീലകനായിട്ട് ഖാലിദ് ജമീലിനെ നിയമിച്ചിട്ടുണ്ടായിരുന്നു. എങ്കിൽ പോലും നിലവിൽ ഇന്ത്യൻ ടീം നിലവിൽ നിൽക്കുന്ന 2018 ഇന്ത്യൻ ടീം നിന്നിട്ടുണ്ടായിരുന്ന 97-ാം സ്ഥാനത്തായിരുന്നു. പിന്നീട് നിലവിൽ അത് 133-ാം സ്ഥാനത്തേക്ക് ഒരു വലിയ ഡ്രോബാക്ക് തന്നെയാണ് ഇന്ത്യൻ ഫുട്ബോളിൽ ഉണ്ടായിട്ടുള്ളത്. ആ ഒരു സാഹചര്യം നിലവിൽ നിൽക്കുക തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ള 13ഓളം ISL ടീമുകൾ കളിക്കുന്ന ഇന്ത്യയിലെ തന്നെ ടോപ്പ് 10 ലീഗായിട്ടുള്ള ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ പേരിൽ നടക്കുന്ന വാക്പോരുകളും അല്ലെങ്കിൽ എന്താ പറയുക ഒരുപാട് അൺസർട്ടനിറ്റിയും ഒക്കെ തന്നെ തീർച്ചയായിട്ടും ഇന്ത്യൻ ഫുട്ബോളിനെ തന്നെ ഭാവിയിൽ ഒരുപാട് ബാധിക്കാനായിട്ട് സാധ്യതയുണ്ട് എന്ന് പറയാം. ISL വന്നതിന് ശേഷം ഒരു വലിയൊരു ഇമ്പാക്റ്റ് ആദ്യത്തെ കാലത്ത് ഉണ്ടാക്കിയെങ്കിൽ പോലും നിലവിൽ ആ ഒരു ഇമ്പാക്റ്റ് ഒന്നും കാണുവാനായിട്ട് സാധിക്കുന്നില്ല. അത് ഫിനാൻഷ്യലി ആണെങ്കിലും ഇനി പ്ലേയേഴ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ തന്നെ ആ ഒരു ലെവലിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ ഒരു 10 സീസൺ ISLൻ്റെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും ആദ്യത്തെ ഒരു 5 സീസൺ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കൃത്യമായൊരു സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്തെങ്കിൽ പോലും പിന്നീട് വന്ന സീസണിലൊന്നും ആ തരത്തിലേക്കൊന്നും ഫിനാൻഷ്യലി കൊണ്ട് ചെന്നെത്തിക്കാനായിട്ട് ഫിനാൻഷ്യലി പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു ക്ലബ്ബുകൾക്കോ ലീഗിനോ വലിയ രീതിയിൽ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. FSDL മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ഏറ്റവും വലിയ പ്രശ്നവും ഇത് തന്നെയായിരുന്നു. ഏകദേശം 5000 CR ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള പ്രൊജക്റ്റിൽ നിന്ന് അവർക്ക് വലിയൊരു റിട്ടേൺ കിട്ടാത്തത് തന്നെയായിരുന്നു ഇതിൻ്റെ ഏറ്റവും വലിയൊരു കാരണം. അതിന് പുറമെ FSDL നിരന്തരമായിട്ട് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷന് കൊടുക്കുന്ന 50 CR പെർ ആനം അതും ഒരുപാട് പ്രശ്നങ്ങൾ അതെല്ലാം ചൂണ്ടിക്കാണിച്ചായിരുന്നു FSDL AFF അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ മുൻപോട്ട് വെക്കുന്ന പ്രപ്പോസൽ നിരസിക്കുകയും അതുകൊണ്ട് തന്നെ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ മുമ്പോട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പ്രപ്പോസൽ FSDL നിരസിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഭാവി എന്താവുമെന്ന് ഓർത്തിരിക്കുകയായിരുന്നു. ISL 8ഓളം ക്ലബ്ബുകൾ AIFFന് ലെറ്റർ എഴുതിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മറുപടി എന്നോളം നടത്തിയിട്ടുണ്ടായിരുന്ന മീറ്റിങ്ങിൽ ചില കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സൂപ്പർ കപ്പ് എന്തായാലും നടത്തുമെന്നും അത് ISLന് മുമ്പായിട്ട് നടത്തുമെന്നുമായിരുന്നു അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ നിലവിൽ നമുക്കെല്ലാവർക്കും അറിയാം സൂപ്പർ കപ്പ് നടത്താണ്ട് പോകുന്നത് സെപ്റ്റംബറിലായിരിക്കാം. സോ സെപ്റ്റംബറിലാണ് നടത്തുന്നതെങ്കിൽ 2 മാസത്തെ ബ്രേക്കിന് ശേഷം, അതായത് ഒക്ടോബർ നവംബറിന് ശേഷം ഡിസംബറിലായിരിക്കും ഇക്കുറി ISL സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വൺ ഓഫ് ദ ലേറ്റസ്റ്റ്, അതായത് ഏറ്റവും താമസിച്ച് തുടങ്ങുന്ന, അതായത് ലേറ്റായിട്ട് തുടങ്ങുന്ന ISL സീസൺ ആയിരിക്കും വരുവാനായിട്ട് പോകുന്നത്. നിലവിൽ ISLൻ്റെ 11 സീസണുകളാണ് കഴിഞ്ഞിട്ടുള്ളത്. നിലവിൽ അതിൻ്റെ ഇടയ്ക്കും ഒരുപാട് സംരക്ഷണ അവകാശങ്ങൾ ചൊല്ലിയുള്ള തർക്കങ്ങളൊക്കെ നടക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നതാണ്. നിലവിൽ ഈ ഒരു സാഹചര്യത്തിലൂടെയാണ് ഇങ്ങനെ തന്നെയാണ് കടന്നു പോകുന്നതെങ്കിൽ ക്ലബ്ബുകളുടെ ഭാവി എന്താകും എന്നുള്ളത് ഒരു ആശങ്ക തന്നെയാണ്. കാരണം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്, പല ക്ലബ്ബുകളും ഫിനാൻഷ്യലി ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന കാഴ്ച നമ്മൾ പലപ്പോഴും കാണുന്നതാണ്. എസ്പെഷ്യലി ഹൈദരാബാദ് FC പോലുള്ളൊരു ക്ലബ്ബൊക്കെ മുൻ ചാമ്പ്യൻസ് ആണ് ഹൈദരാബാദ് FC, എങ്കിൽ പോലും ഫിനാൻഷ്യലി അവർക്ക് നല്ലൊരു സ്റ്റെബിലിറ്റി ഇതുവരെ ലഭിച്ചിട്ടില്ല. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യമാണെങ്കിലും മറ്റ് പല ISL ടീമുകളുടെ കാര്യമാണെങ്കിലും ഇതേ ഒരു സിറ്റുവേഷനിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. വലിയ തരത്തിലുള്ള ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഒരു ക്ലബ്ബുകൾക്കുമില്ല. പക്ഷേ ഇങ്ങനെ തന്നെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യലി ഒരു സ്ട്രോങ് ആവാത്ത സാഹചര്യത്തിൽ മുമ്പ് നമുക്കെല്ലാവർക്കും അറിയാം പൂനെ സിറ്റി എന്ന് പറയുന്ന ക്ലബിന് പകരമായിട്ടായിരുന്നു എന്താ പറയുക ഹൈദരാബാദ് FC ISLിലേക്ക് കടന്നു വന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഡൽഹി ഡൈനാമോസിന് പകരമാണ് ഒഡീഷ FCയും കടന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഈ 2 ക്ലബ്ബുകളുടെയും ലൊക്കേഷൻ മാറിയായിരുന്നു കടന്നു വന്നിട്ടുണ്ടായിരുന്നത്. അവർക്ക് ഒരു ഫിനാൻഷ്യലി ബുദ്ധിമുട്ട് നേരിട്ട സമയത്തായിരുന്നു ഈ തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്ന് അവരുടെ ഡെസ്റ്റിനേഷൻ മാറ്റിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് നിലവിൽ പുറത്തേക്ക് വരുന്ന ചില റൂമറുകളൊക്കെ പ്രകാരം, നേരത്തെ ഉണ്ടായിരുന്ന റൂമറാണ്, ഈ സീസൺ അവസാനിച്ചപ്പോൾ ഉണ്ടായിരുന്ന റൂമറാണ് ഹൈദരാബാദ് FC തങ്ങളുടെ ഡെസ്റ്റിനേഷൻ മാറ്റുന്നു എന്ന തരത്തിലുള്ള, അതായത് വീണ്ടും അവരുടെ ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള പൂനെയിലേക്ക് മാറുന്നു എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഡൽഹിയിലോട്ട് മാറുന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ തന്നെ പുറത്തേക്ക് വരുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. സോ ഒരു ക്ലബ്ബുകൾക്കും നല്ലൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ക്രിയേറ്റ് ചെയ്യാണ്ട് പറ്റാത്തൊരു സാഹചര്യത്തിൽ നിൽക്കെ ISLലെ പല ക്ലബ്ബുകൾക്കും ഇങ്ങനൊരു ഫിനാൻഷ്യൽ ഫ്രീഡം ഇല്ലാത്ത സാഹചര്യത്തിലും പല ടീമുകളും മേ ബി ഇൻ ദ ഫ്യൂച്ചർ ഒരു ക്ലോസിംഗ് ഒക്കെ ഫേസ് ചെയ്യുന്ന സിറ്റുവേഷനിലായിരിക്കാം ഉള്ളത്. സോ പല ടീമുകളും നന്നായിട്ട് അവർക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം ലഭിക്കണമെങ്കിൽ നല്ലൊരു സ്റ്റേബിൾ ആയിട്ടുള്ളൊരു ലീഗ് സിസ്റ്റം തന്നെ വരണം. നിലവിലുള്ള ലീഗ് സിസ്റ്റം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല ടീമുകളും നന്നായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയുവാനായിട്ട് സാധിക്കും. സോ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഭാവി കുറച്ചുകൂടി മെച്ചപ്പെടട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്.